എന്റെ യാതനയകറ്റുന്നവൻ എന്റെ ഈശോ മാത്രം. യേശു പ്രാർത്ഥിക്കാനായിട്ട് മലമുകളിൽ പോയി. അതിനുശേഷം വായിക്കുന്ന ബൈബിൾ പാസേജിൽ നമുക്ക് മനസ്സിലാകും യേശു എന്തിനെക്കുറിച്ചായിരിക്കും പ്രാർത്ഥിക്കാൻ പോയത് എന്നുള്ള തെളിവ്. മലമുകളിൽ നിന്ന് യേശു പ്രഭാതമായപ്പോൾ താഴേക്കിറങ്ങുമ്പോൾ വലിയൊരു ശിഷ്യഗണത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുകയാണ്. ഈ 12 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഒറ്റുകാരനായിത്തീരുന്ന യൂദാസ് കറിയോത്ത. യേശു പ്രാർത്ഥിച്ചിട്ടാണ് ഈ 12 പേരെയും തിരഞ്ഞെടുക്കുന്നെങ്കിൽ കൃത്യമായിട്ട് പാളിപ്പോവാത്ത ഒരു തിരഞ്ഞെടുപ്പായിരിക്കണമല്ലോ. പക്ഷേ തിരഞ്ഞെടുപ്പ് പാളിപ്പോയി. ഈ 12 പേരിലൊരു തന്നെ യേശുവിന് ഒറ്റിക്കൊടുത്തു. ഇവർ തന്നെയാണ് അറിയില്ല എന്ന് പറഞ്ഞതും ഓടി വിളിച്ചതൊക്കെ. വലിയൊരു രാത്രിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു ഈ 12 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്രയും വലിയൊരു പാളിച്ച വേണമായിരുന്നോ? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ യേശു നല്ല രീതിയിൽ പണി കിട്ടി നിൽക്കുകയാണ്. ഇപ്പോഴല്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. പക്ഷേ ഈ പണി കിട്ടൽ യേശു അറിഞ്ഞിട്ടായിരിക്കുമോ? എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ കാര്യത്തിലും പിതാവിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. യേശു പിതാവുമായിട്ട് ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ 1 വേ ടോക്ക് ആയിരിക്കില്ലല്ലോ, 2 വേ ടോക്ക് ആയിരിക്കും. നമ്മൾ പറയുന്ന പോലെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോയ രീതി ആയിരിക്കില്ല യേശുവിൻ്റെ പ്രാർത്ഥന. പിതാവിനോട് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പറയുന്നതിനേക്കാളും നല്ലത് അവൻ പിതാവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിതാവ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെളിപ്പെടുത്തി കാണും. ആ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നീ അതിൽ നിന്ന് നിന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവരെ നോക്കി തിരഞ്ഞെടുക്കണം. നിന്നെ തള്ളിപ്പറയാൻ സാധ്യതയുള്ളവരെ നോക്കി തിരഞ്ഞെടുക്കണം. നിന്നെ പടയാളികൾ പിടിക്കുമ്പോൾ ഓടി വിളിക്കുവാൻ നല്ല കെൽപ്പുള്ളവരെ നോക്കി നീ തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിരുന്നു, വളരെ ഡെലിബറേറ്റ് ആയിരുന്നു. മനഃപൂർവ്വമുള്ള ആ തിരഞ്ഞെടുപ്പാണ് ക്രിസ്തുവിനെ എല്ലാ കാലത്തും വ്യത്യസ്തനാക്കിയത്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ക്രിസ്തു ഏറ്റവും വ്യത്യസ്തനായി മാറുന്നത്. യേശു നല്ലതിനെ നോക്കിയും മുന്തിയതിനെ നോക്കിയും ശ്രേഷ്ഠമായതിനെ നോക്കിയും തിരഞ്ഞെടുക്കുന്ന ആളല്ല എന്ന തെളിവാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. രാത്രി മുഴുവൻ്റെയും പ്രാർത്ഥന ക്രിസ്തുവിന് നൽകിയ എന്താണെന്നറിയോ? ഏറ്റവും കുറവുള്ള മനുഷ്യരെ ഈ വലിയ മനുഷ്യരാക്കാൻ തീരുമാനമെടുത്ത ആ ഒരു നിലപാടാണ്. ഏറ്റവും ബലഹീനമായവരെ ചേർത്ത് പിടിക്കണമെന്ന് കാട്ടിയ നിലപാടാണ്. ഒരുപക്ഷെ വലിയൊരു ജനക്കൂട്ടത്തിൽ ഒത്തിരി കഴിവുള്ളവരുണ്ടായിട്ടുണ്ടാകും, ഒത്തിരി ബലമുള്ളവരുണ്ടായിട്ടുണ്ടാകും, ഒത്തിരി ശ്രേഷ്ഠരായവരുണ്ടായിട്ടുണ്ടാകും. പക്ഷേ യേശു അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏറ്റവും ബലഹീനമായതും എപ്പോൾ വേണമെങ്കിൽ വീണു പോകാൻ സാധ്യതയുള്ളവരുമായ മനുഷ്യനാണ്. എന്തുകൊണ്ടായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്? കാര്യം ഇത്രയേ ഉള്ളൂ. വീണു പോയവനറിയാമല്ലോ വീണതിൻ്റെ താഴ്ചയും വീഴ്ചയും ആഘാതവും. ഇനി ഒരിക്കലും ഒരാളെയും വീഴാൻ അനുവദിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ കരങ്ങൾക്ക് ബലമുണ്ടാകും. സ്നേഹമുള്ളവരെ, കൃത്യമായിട്ടൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ തിരഞ്ഞെടുപ്പുകളൊക്കെ എങ്ങനെയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയായി ഈ മനുഷ്യൻ എന്തിനു വന്നെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ഇത് തന്നെയാണ്: ഏറ്റവും ബലഹീനമായവയെ ദൈവം നിങ്ങൾക്ക് തന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള പുരോഹിതരെയും സന്യസ്തരെയും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ട് മറ്റനേകം നല്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവർ സെമിനാരിൽ വന്നും ഇവർ കോൺവെൻറ്റിൽ വന്നും പുരോഹിതരും സന്യസ്തര എന്നൊക്കെ ചോദിച്ചാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കൃത്യമാണ്. ബലഹീനമായവരെ കുടുംബജീവിതത്തിലേക്കും ബലഹീനമായവരെ സമർപ്പ ജീവിതത്തിലേക്കും ക്രിസ്തു തിരഞ്ഞെടുത്തു. ഒരുപക്ഷെ മറ്റൊരു ജീവിതത്തിലേക്കാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ. ക്രിസ്തുവിനാവശ്യം ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരല്ല, മറിച്ച് വീണു പോകുന്നവരും കുറവുള്ളവരുമാണ്. അവർക്ക് കുറച്ചും കൂടി മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ശിഷ്യന്മാർ ചെയ്തത് പിന്നീട് കാലം നൽകിയ സാക്ഷ്യമാണ്. ലോകത്തെ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് കീഴടക്കിയവരാണിവർ. അങ്ങനെ വലിയ പദ്ധതികൾ ചെയ്യാൻ കുറവുള്ള മനുഷ്യർ ഈ ഭൂമിക്കും ക്രിസ്തുവിന് അത്യാവശ്യമാണ്. കുറവുള്ള മനുഷ്യരായതിൻ്റെ പേരിൽ അഭിമാനിക്കാൻ നമുക്കും ഒരു സാധ്യത ഇന്നത്തെ ഗോസ്പൽ നൽകുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ ഓർക്കുമ്പോൾ
നിറയുന്നു. ഈശോയേ, എൻ ഈശോയേ, എന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാത്മാവിൽ രക്ഷകനായി ഞാനങ്ങേ പൂജിക്കുന്നു. എന്റെ വേദനയറിയുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ വേദനയറിയുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ യാതനയകറ്റുന്നവൻ എന്റെ ഈശോ മാത്രം. ഈശോയേ, എൻ ഈശോയേ, എന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാത്മാവിൽ രക്ഷകനായി ഞാനങ്ങേ പൂജിക്കുന്നു. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മിഴിനീർ തുടയ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മിഴിനീർ തുടയ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ വഴികൾ തെളിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ ഓർക്കുമ്പോൾ ഉള്ളം നിറയുന്നു. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ ഓർക്കുമ്പോൾ ഉള്ളം നിറയുന്നു. ഈശോ